30 വിദ്യാർത്ഥിനികൾക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകി അവർക്ക് ആവശ്യമായ എല്ലാ പഠന മറ്റ് ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ടും അതോടൊപ്പം തന്നെ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹോസ്റ്റൽ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ബിൽഡിംഗ് വളരെ പഴക്കം ചെന്ന് അടർന്നു വീഴുന്ന ഒരു അവസ്ഥയിൽ ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി പുതിയൊരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്റ്റൽ പ്രവർത്തനം മുടക്കമില്ലാതെ നടന്നു പോകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ഈ നിലവിലുള്ള ബിൽഡിംഗ് പൊളിക്കുകയും അതോടൊപ്പം പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസലൊക്കെ അംഗീകരിച്ച് കോൺട്രാക്ട് വർക്ക് നൽകി അതിന്റെ പണിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് നമ്മുടെ ഈ ഹോസ്റ്റലിന്റെ മുകൾ ഭാഗം മഴ നനയാതിരിക്കാൻ വേണ്ടി ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരുന്നെങ്കിലും ഈ ഹോസ്റ്റലിന്റെ എല്ലാ വേസ്റ്റുകളും മറ്റുമൊക്കെ നമ്മൾ ഇതിന്റെ മേലെയാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതെങ്ങനെ നമുക്ക് പഠനത്തിനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇവിടെ മനോഹരമായൊരു കമ്പ്യൂട്ടർ ലാബ് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ക്ലാസ് റൂം നമുക്കിവിടെ ട്യൂഷൻ നൽകുന്ന അധ്യാപകർക്ക് അവർക്ക് ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദി എന്ന രൂപത്തിൽ ആ ഒരു സംവിധാനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അവർ അതിന്റെ ഒരു ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. ഒരു പ്രാർത്ഥന ഗാനത്തോടുകൂടി ഇവിടെ ചടങ്ങ് പെടുകയും തണലായി നിൽക്കുന്നിതച്ഛൻ എന്നെ തളരാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുമെൻ ഭാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം. അറിവുകൾ പകരുന്നിതധ്യാപകർ തണലായി നിൽക്കുന്നിതച്ഛൻ എന്നെ തളരാതെ കാക്കുന്നു ദൈവം. മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാ ടീച്ചർ, വൈസ് ചെയർമാൻ ശ്രീ അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഹമ്മദ് അലി, സരസ്വതി, പ്രഭാവതി, മറ്റു ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ്, അതുപോലെ ബഹുമാനപ്പെട്ട കൗൺസിലർ വിനീത് കൃഷ്ണൻ, SCDO, മറ്റ് ബഹുമാനപ്പെട്ട AE അടക്കമുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, കാഞ്ഞങ്ങാട് നഗരസഭയുടെ പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള നമ്മുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ പുതിയൊരു കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപനവും അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു കമ്പ്യൂട്ടർ ലാബും ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ മുമ്പത്തേക്കാളും എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ 2 ഭരണസമിതിയുടെ കാലത്തും ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കെട്ടിടം എന്നുള്ളത് നമുക്ക് അറിയാം, അത് വലിയൊരു കെട്ടിടം അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് ഏകദേശം ഒരു പൊളിഞ്ഞു വീഴുന്ന സ്ഥിതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ വർക്കുകളും ഒക്കെ തീർത്ത് നമുക്കൊരു കെട്ടിടം എത്രയും വേഗം നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. നഗരസഭ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് അവർക്കെല്ലാം ട്യൂഷൻ അടക്കം ഇപ്പം 23 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. 30 കുട്ടികളുടെ സീറ്റ് ഇവിടെ ഉണ്ട്. 23 കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.
അപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെ ഏറ്റവും ഉയർന്ന രീതിയിൽ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൂടുതൽ പഠനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ടവരാകുമ്പോൾ കൂടി നിങ്ങൾ ശ്രമിക്കണമെന്ന് എല്ലാ അവസരത്തിലും പറയുന്നതാണ്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബൊക്കെ നിങ്ങൾ കണ്ടു, ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറെ സൗകര്യമാണ് അതിനെ കൊണ്ടൊക്കെ വരുന്നത്. അല്ലെ, ബ്ലാക്ക് ബോർഡായിട്ട് TV ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആധുനിക സജ്ജീകരണത്തോട് കൂടിയുള്ള കമ്പ്യൂട്ടർ ലാബാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ മുറിപ്പെട്ട കുട്ടികൾക്ക് അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ 23 കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യം പല മാഷേ കൂടുതൽ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മാഷക്കത് അറിയാം. കുട്ടികളിപ്പം രാവിലെ എണീറ്റ് അവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ചിലവർക്കെല്ലാം മടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറുപ്പശനൊക്കെ അറിയാതെ ഇങ്ങനെ. അപ്പൊ അതൊന്നും നമുക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. എല്ലാ സൗകര്യങ്ങളും കൂടുന്നതനുസരിച്ച് നിങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നാണ് പറയാനുള്ളത്. അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിലൊക്കെ പഠിച്ച കുട്ടികളിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഓണക്കാലത്തിന് ഓണക്കാലത്തിന് മുമ്പ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന്, അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ കാണാറുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു സംഘമൊക്കെ എന്ന്. പക്ഷെ ഇവിടെ പെട്ടെന്നാണ് അവരൊരു പൂർവ്വ വിദ്യാർത്ഥി എത്രയോ വർഷം മുമ്പ് ഉള്ളതാണ്. പുതിയ കോട്ട ഉണ്ടാകുന്ന സമയത്ത് അവിടെയാണ് ഒരു ഹോസ്റ്റലിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ താമസിച്ച് പഠിച്ച ഇന്ന് റിട്ടയർഡ് ഒക്കെ ആയ പല വീട്ടമ്മമാരും റിട്ടയർഡ് ആയ വ്യക്തികളൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ളത്. അപ്പൊ അവര് നമ്മുടെ ഇവിടെ വന്ന് കുട്ടികളോട് അവരുടെ പഴയ കാര്യങ്ങളും ഒക്കെ അവര് ഇന്നത്തെ സൗകര്യവും അന്നത്തെ സൗകര്യവും ഒക്കെ അവരോട് വിശദമായി പറയും. നല്ലൊരു സന്തോഷകരമായ ഒരു സുദിനം ആണ് അന്നുണ്ടായത്. ഒരു ദിവസം നമ്മുടെ കുട്ടികളുടെ കൂടെ അവരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇനിയും വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് പോയത് തന്നെ. അപ്പൊ അത്രയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പഠിച്ച് നല്ല രീതിയിൽ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടി വളർന്ന് നല്ല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയായ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാ ടീച്ചറാണ്. അവരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ ബിൽഫക് അബ്ദുള്ളയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അഹമ്മദ് അലി, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സരസ്വതി, അവരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അനീഷൻ, അവരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രഭാവതി, ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും യുവജന വാർഡ് കൗൺസിലറുമായ ശ്രീമതി മായാകുമാരി, അവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ വിനീത് കൃഷ്ണൻ അവർകളെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ AE ശ്രീ ചന്ദ്രൻ കേരി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജുള്ള ശ്രീമതി P. മിനി, അവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരേണ്ട മുൻ ചെയർമാനും കൗൺസിലറും കൂടിയായ ശ്രീ VD രമേശൻ അവർ, കൗൺസിലർ KK ജാഫർ, കൗൺസിലർ KK ബാബു, ശ്രീ അമ്പൽരാജ്, ശ്രീമതി സൗദാമിനി എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ SC പ്രൊമോട്ടറായ കുമാരി ആതിര രാജീവൻ, ആതിരയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും
ഞാൻ സ്വയം സ്വാഗതം ചെയ്യണം. ഇല്ല, ഞാനാണ് എല്ലാവരെയും പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളെയാണ് പറഞ്ഞത്. ഇതിന്റെ SCDO ആയ ശ്രീ ബഷീർ അവരെ അതിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതേറ്റി, അഹമ്മദ് അലി, അനീഷ്, സരസ്വതി, പ്രഭാവതി, പ്രിയപ്പെട്ട കൗൺസിലർമാരെ, നഗരസഭ AE, പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ 4 ചുമരിൻ്റെ ഉള്ളിലായിരുന്നു സ്ത്രീകളുടെ ജീവിതം. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ആൺകുട്ടികളെക്കാളും ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നേറുന്നത് സ്ത്രീകളായ പെൺകുട്ടികളാണ്. അപ്പോൾ വളരെ നന്നായി പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന നമ്മുടെ രക്ഷിതാക്കള്, അതുപോലെ തന്നെ ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് നല്ല ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ നമ്മളെ ചേർത്ത് പിടിക്കുകയും വേണ്ടുന്ന പ്രോത്സാഹനം ഒക്കെ തരുന്നുണ്ട്. അതേപോലെ തന്നെ പട്ടികജാതി വകുപ്പും നഗരസഭയും ഒക്കെ വേണ്ടുന്ന പ്രോത്സാഹനം തന്ന് നാളേക്കുള്ള ഒരു ഭാവി വാഗ്ദാനമായി മാറാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാഞ്ഞങ്ങാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ ബിൽദ അബ്ദുള്ള, വേദിയിലുള്ള നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതേറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷൻ, അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി, കൗൺസിലർമാരായിട്ടുള്ള വിനീതു, അതുപോലെ മായാകുമാരി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് നൂരി, SCDO ബഷീർ, മുനിസിപ്പൽ എഞ്ചിനീയർ ചന്ദ്രൻ, അതുപോലെ സദസ്സിലുള്ള സഹപ്രവർത്തകർ കൂടിയായിരുന്ന ബാലമാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകർ, മറ്റ് വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞതുപോലെ പട്ടികജാതി വികസന വകുപ്പും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നഗരസഭ അതിൻ്റെ പട്ടികജാതി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കുമായി ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിഭാഗത്തിനുണ്ടാകുന്ന ഉയർച്ച എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രീ മാട്രിക് ഹോസ്റ്റലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. നേരത്തെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, സൗണ്ട് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളായാലും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമായാലും ഒക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കമ്പ്യൂട്ടർ ലാബ് ഒരുപക്ഷെ കുറേ നാളുകൾക്ക് മുമ്പ് ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിയവർക്ക് അറിയാം ആ ലാബിന്റെ മുറി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇവിടുത്തെ പൊട്ടിയ കസേരയും പൊട്ടിയ സാധനങ്ങളൊക്കെ, ഇരുമ്പ് സാധനങ്ങളൊക്കെ കൊണ്ടിടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു മുറിയായിരുന്നു. അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു മുറി കണ്ടെത്തുകയും ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ, അതായത് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന കമ്പ്യൂട്ടർ പഠനത്തിനപ്പുറത്ത് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തുക, അതിന് ആ മുറി നമുക്ക് മെച്ചപ്പെടുത്തിയെടുത്താൽ മതിയാകും എന്ന നിർദ്ദേശം വെച്ചപ്പോൾ അത് ഏറ്റവും നന്നായി സ്വീകരിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ SCDOയെ ബഷീറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഏതൊരു കാര്യവും നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുമ്പോഴത്തേക്കും അതിനെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും പോസിറ്റീവായി പ്രതികരിക്കുകയും അതിനുവേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ
ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമെടുക്കുകയും ചെയ്യുന്ന ഒരു SCDO എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമാണ്, ഒരു മുതൽക്കൂട്ടാണ്. എല്ലാവർക്കും വേണ്ടി, എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അത് ട്യൂഷൻ സംവിധാനമായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഇങ്ങനെ എപ്പോഴാണ് ഇന്റർവ്യൂ വെക്കാൻ പറ്റുക, എങ്ങനെയാണ്, മറ്റൊന്നും നോക്കാതെ ഏറ്റവും കാര്യക്ഷമമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന, ഏറ്റവും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന അങ്ങനെയൊക്കെയുള്ള അധ്യാപകരെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരെ അതിനുവേണ്ടി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മുൻകൈയെടുക്കാൻ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രൂപത്തിൽ ഏറ്റവും മികച്ച സേവനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പണം ചെലവഴിക്കുമ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോ മുനിസിപ്പൽ എഞ്ചിനീയർ ആയിട്ട് ഇവിടെയുള്ള ചന്ദ്രൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രവൃത്തി ആകേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ 1ാം നില കെട്ടിടം പൂർത്തിയാകേണ്ടുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടാവേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മളെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം, എഞ്ചിനീയർമാരുടെ അഭാവമൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ എഞ്ചിനീയറായി വന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി സ്പീഡാക്കിക്കൊണ്ട്, പെട്ടെന്ന് വേഗതയിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മരം മുറിച്ചു മാറ്റുക എന്നുള്ളത്, അതായത് മരം മുറിച്ചു മാറ്റിയാൽ മാത്രമേ കെട്ടിട നിർമ്മാണം നടത്താൻ കഴിയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ചില മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതിന് ജില്ലാ വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് അനുവാദം കിട്ടണമായിരുന്നു. കാരണം വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നപ്പോൾ അതൊക്കെ പെട്ടെന്ന് സാധിച്ചെടുത്ത് ഇതിന്റെ ടെൻഡർ നടപടികളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുനിസിപ്പൽ എഞ്ചിനീയറുടെ സഹായം നല്ല രൂപത്തിലുണ്ടായി. ഇപ്പോൾ അതിന്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഒരുപക്ഷെ 2 നില കെട്ടിടത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൂർത്തിയായില്ലെങ്കിൽ പോലും നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന രൂപത്തിൽ ഏറ്റവും അടച്ചുറപ്പുള്ള, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിനും അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം അവിടെ അതാണ് ഉണ്ടായിരുന്നത്. അവരുടെ അടുക്കള അവിടെയായിരുന്നു, ഡൈനിങ് ഹാൾ അവിടെയായിരുന്നു, മറ്റ് ട്യൂഷന്റെ സൗകര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോൾ കുറച്ച് പരിമിതി അതിനകത്ത് വരുമെങ്കിലും ഏറ്റവും മികച്ച സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ സാങ്കേതികത്വങ്ങളൊക്കെ നീക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഒരു വേദിയിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളോട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സർക്കാരും നഗരസഭയും ചെലവഴിക്കുമ്പോൾ അത് തിരിച്ചു നൽകേണ്ടത്, അതിന്റെ പ്രതിഫലമായി തിരിച്ചു നൽകേണ്ടത് നിങ്ങളാണ്. ഇപ്പോ കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പരീക്ഷയുടെ അടുത്ത സമയത്തായാലും അതിന് തൊട്ടു മുമ്പൊക്കെ വന്നപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങളാണ് ഇതിന്റെ പ്രതിഫലം തരേണ്ടത്. ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ സ്കൂളിൽ അറിയപ്പെടുന്നതായിട്ട് നിങ്ങൾ മാറണം. അതുപോലെ തന്നെ പരീക്ഷകളിൽ ഏറ്റവും മികച്ച റിസൾട്ട് നൽകുന്ന, മുഴുവൻ A+ ഉള്ള കുട്ടികൾ നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ മുഴുവൻ A+ എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏറ്റവും മികച്ചത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ലഭ്യമാകുന്നില്ല. ഈ വർഷം അത് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഡിജിറ്റൽ ക്ലാസ് റൂം എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ടാവും ഇല്ലേ? സ്ക്രീനിൽ തന്നെ എഴുതാൻ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്ലാസ് മുറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പൊ അത് പ്രയോജനപ്പെടുത്തുക. സ്കൂളിൽ നിന്ന് കിട്ടുന്ന പഠനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി ഏറ്റവും നല്ല പരീക്ഷാ വിജയമാണോ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മൾ ഒരിടത്ത് അംഗീകരിക്കപ്പെടുക. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ മാർക്ക് കിട്ടുന്നുണ്ട്, ഏറ്റവും മികച്ച വിജയമാണ് നേടുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം തുടർച്ചയായിട്ട് വരുന്ന പഠനത്തിന് ഇനി അങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനമാണ്. അപ്പൊ അങ്ങനെ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? ഒരു വേദിയിൽ കയറി ഒരു സമ്മാനം വാങ്ങിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു നല്ല അഭിനന്ദനം കിട്ടുക. അപ്പൊ അതിനൊക്കെയുള്ള ഒരു അവസരമാണ്. പിന്നെ അതുമാത്രമല്ല +2 അടുത്തുള്ള സ്കൂളിലൊക്കെ കിട്ടാൻ. അപ്പൊ പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക്
ബേക്കല്ലോ അച്ചങ്ങാടോ അങ്ങനെയാണ് കിട്ടിയത് ടീച്ചറെ. ബസ്സിൽ പോകുമ്പോൾ ഛർദ്ദിക്കുന്നു. ഇവനെ അടുത്തേക്ക് എങ്ങാനും കിട്ടാൻ വഴിയുണ്ടോ? അടുത്തേക്ക് കിട്ടാൻ മറ്റു വഴികളൊന്നുമില്ല. കാരണം ഇപ്പൊ ഓൺലൈനാണ്, ഏകജാലക സംവിധാനമാണ്. അപ്പൊ എല്ലാവർക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കും. അതിനനുസരിച്ച് സീറ്റിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് കിട്ടുക. അപ്പൊ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് കിട്ടാൻ അടുത്തുള്ള സ്കൂളുകൾ, നല്ല സൗകര്യത്തോടെ പോയി വരാൻ കഴിയുന്ന സ്കൂളുകളിലേക്ക് കിട്ടാനൊക്കെ SSLCയുടെ ഗ്രേഡ് ഏറ്റവും പ്രധാനമാണ്. അല്ലാതെ അതിന് ജീവിതവുമായി വലിയ ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കാരണം SSLC ഗ്രേഡ് കുറഞ്ഞ ആളുകളും ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് പിന്നീട് വലിയ ഉയരങ്ങളിലേക്ക് ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു പടി ഏറ്റവും മികച്ച രൂപത്തിൽ കടക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതിന് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നന്നായി മെനക്കെടണം. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും പിന്തുണയുമായിട്ട് അധ്യാപകരുണ്ട് ഇവിടെ. ബാലമാഷയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ ഹിന്ദി അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അധ്യാപകനാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് അധ്യാപികമാർ ഒരുപാട് കാലം പല സ്കൂളുകളിലും ക്ലാസ് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അനുഭവ പരിചയമുള്ളവരുമാണ്. അപ്പൊ അവരെ നിങ്ങൾക്ക് ട്യൂഷന് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു, അല്ലെങ്കിൽ മറ്റാർക്കും കിട്ടാത്തൊരു സൗകര്യമാണ്. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തി ഏറ്റവും മികച്ച കുട്ടികളായി, ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിങ്ങൾ മാറണം. അതാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിഫലം അല്ലെങ്കിൽ സന്തോഷം. അതുപോലെ SCDO ആയാലും അതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും അതുപോലെ നമ്മുടെ ഹോസ്റ്റലിൽ നിർമ്മിച്ചിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വേണ്ടി മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചന്ദ്രൻ KV. പ്രിയരെ, എൻ്റെ കർത്തവ്യം ഈ നമ്മുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൻ്റെ നിർമ്മാണം റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നാണ്. പക്ഷേ എനിക്ക് മുന്നേ ഉദ്ഘാടക ശ്രീമതി നമ്മുടെ ആരാധ്യയായ സുജാത ടീച്ചർ ഞാൻ ഉണ്ടാക്കിയ റിപ്പോർട്ടേക്കാൾ കൂടുതൽ വളരെ ഭംഗിയായിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ 2024-25 വാർഷിക പദ്ധതി പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണ ഉദ്ഘാടന റിപ്പോർട്ട്. കാഞ്ഞങ്ങാട് നഗരസഭ 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 1,20,30,000 രൂപയുടെ ഭരണാനുവദിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം എന്ന പ്രവൃത്തി 6/2/2020 തീയതിയിൽ 91,30,000 രൂപയുടെ സാങ്കേതിക അനുമതി ലഭിക്കുകയും പ്രവൃത്തി ടെൻഡർ നടപടികൾ ചെയ്യുകയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏർപ്പെടുത്തിയ ശ്രീ ഷമീർ A എന്ന പൊതുമരാമത്ത് കരാറുകാരന് 2025 ഏപ്രിൽ 25 കരാർ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രവൃത്തിയുടെ എഗ്രിമെന്റ് തുക 54,51,000 രൂപയാണ്. പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 1 വർഷമാണ്. പ്രവൃത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരാധ്യ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വികാരമായി നിന്ന മരമുറി ഒരു പ്രശ്നമായിരുന്നു. വളരെ കൃത്യസമയത്ത് തന്നെ ആ മരം മുറിച്ച് നീക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവൃത്തികൾ, അതിൻ്റെ ഓപ്ഷനും കൊട്ടേഷൻ മറ്റ് പ്രവൃത്തികൾക്ക് നമ്മുടെ വാല്യൂഷൻ ഉണ്ടാക്കാനും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വളരെ കാര്യമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ KSEBയുടെ മറ്റ് അവിടുത്തെ ഇലക്ട്രിസിറ്റി പോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ KSEB നമ്മളോട് വളരെ വ്യക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതിന് ഇപ്പോൾ നമ്മുടെ പ്രവൃത്തി പ്രാരംഭഘട്ടം കുറിച്ചിരിക്കുകയാണ്. പ്രവൃത്തിയുടെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഫൗണ്ടേഷൻ്റെ കുഴികളുണ്ടാക്കുകയും സൈറ്റിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യമായ ബെഡിൻ്റെ കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി അവതരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അതുപോലെ 1 വർഷത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് 1 വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച് നഗരസഭയ്ക്ക് സമർപ്പിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. ആദരണീയ അധ്യക്ഷൻ കാഞ്ഞങ്ങാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ അബ്ദുള്ള, ഇന്ന് പ്രീ മെട്രിക് ഹോസ്റ്റലും
അതുപോലെ ലാബും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ള കാഞ്ഞങ്ങാട് ശ്രീ ആദരണീയനായ ചെയർപേഴ്സൺ സുജാത ടീച്ചർ, വേദിയിലിരിക്കുന്ന വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർമാരായ മായാകുമാരി, അതുപോലെ വിനീത്, അതുപോലെ ഇതിൻ്റെ ഓഫീസർ ബഷീർ, അതുപോലെ ഈ ചന്ദൻ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നാം ഏവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ 23ഓളം കുട്ടികൾ ഇന്ന് ഈ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അവിടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവിടെ വരുംകാല ഈ കാലങ്ങളിൽ വർത്തമാന കാലഘട്ടത്ത് അവിടെ എല്ലാവിധത്തിലുള്ള പഠിത്തത്തിന്റെയും ഏകോപനങ്ങളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെ അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ ഇന്ന് സംസ്ഥാന സർക്കാരുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കാം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ നാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് പുതിയ രീതിയിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ലാബ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജീവനക്കാരെ, നമ്മുടെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 8 പ്രീ മെട്രിക് ഹോസ്റ്റലാണ് നിലവിലുള്ളത് ജില്ലയിൽ. അതിൽ 2 മാത്രമാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റലുകൾ. അതിൽ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ചെമ്മട്ടംവയൽ ഹോസ്റ്റൽ. പക്ഷേ 2-3 വർഷങ്ങളായി ഈ ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ ശോചനീയാവസ്ഥ കാരണം നമുക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നത്. അതായത് ഫുള്ള് സ്ട്രെങ്ത് കുട്ടികളെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. മറ്റ് ഹോസ്റ്റലും ഇതേ അവസ്ഥയിലാണ്. അത് അടച്ചുപൂട്ടി. നിലവിൽ അളങ്കൂർ ഒരു പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉണ്ട് പെൺകുട്ടികൾക്ക്. അത് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ട് നമ്മൾ താൽക്കാലികമായി വാടകയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറെ വർഷങ്ങൾ മുന്നേ പണിതതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തി വന്നിരുന്നെങ്കിലും അത് ഞാനിവിടെ SCD ആയിരുന്ന കാലത്ത് മുതലേ അത് ചെയർപേഴ്സന്റെ ശ്രദ്ധയിലും മറ്റുപ്പെടുത്തിയിട്ട് അന്ന് മുതലേ പുതിയ ബിൽഡിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലുകൾ, പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ അത് നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി കിട്ടിയതാണ്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഹോസ്റ്റലുകളെ അപേക്ഷിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രത്യേക ശ്രദ്ധ ഈ ഹോസ്റ്റലിന് എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ 8 പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഈ ഹോസ്റ്റലിന്റെ പ്രത്യേക ശ്രദ്ധ മുൻപേ ആണെങ്കിലും പ്രത്യേക ശ്രദ്ധ ഓരോ ചെയർപേഴ്സൺമാരും വരുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും. അതിന് ഞാൻ ഈ നഗരസഭയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പട്ടികജാതി വികസന വകുപ്പിന് വേണ്ടി നന്ദി. അതുപോലെ തന്നെ ബഷീർ നല്ല ഏത് കാര്യം, അതായത് ഇവിടത്തെ മാത്രമല്ല ജില്ലാതലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരു ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് ബഷീർ. ബഷീറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ഡിജിറ്റൽ ക്ലാസ് റൂം ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതിന് കുട്ടികളാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാരാണ്, ഇവിടുത്തെ ജീവനക്കാരെ നല്ല രീതിയിൽ അത് കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോഴും നിങ്ങളിൽ നിന്ന് നല്ല രീതിയിലൊരു ഇങ്ങോട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ വർഷവും. ഇതിപ്പോ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു നില പണിയുന്നതാണ്. അപ്പോ ഏകദേശം ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ മെച്ചപ്പെട്ട രീതി, അല്ലെ പൂർണ്ണമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള പുതിയ ഒരു ചെമ്മട്ടംവയൽ ഹോസ്റ്റലായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ സമയത്തും വരെ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി അതിന്റെ
പ്രയോജന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ട് അത് തിരിച്ചു തരിക എന്ന് മാത്രമാണ് കുട്ടികളോട് പറയാനുള്ളത്. ഇത്രയാണ് ഇതോടെ ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതിക്കും അതുപോലെ തന്നെ SCDOക്കും ഈ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് നന്ദി അറിയിക്കുന്നു, അതുപോലെ ആശംസകൾ അറിയിക്കുന്നു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ പുതിയ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനവും ഡിജിറ്റൽ ക്ലാസ് റൂമും കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്ത ശ്രീമതി KV സുജാത ടീച്ചർ അവർക്കും അധ്യക്ഷൻ ശ്രീ ഇൻതക് അബ്ദുള്ള സാറിനും എന്റെ പേരിലും SCD ഓഫീസിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിച്ച് സംസാരിച്ച വിശിഷ്ട വ്യക്തികൾക്കും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും കൗൺസിലർമാർക്കും പ്രൊമോട്ടേഴ്സിനും പാരൻസിനും